ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് 7ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. സയൻസ് പരീക്ഷ ഇതിലൂടെ നിങ്ങൾക്ക് എളുപ്പമായി മാറും. നമുക്ക് ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. Baju and Lala are conducting an experiment related to vegetative propagation in plants like mango tree, guava tree, jackfruit tree, jasmine etc. Baju is grafting the plants and Lala is layering them. ഇതിന്റെ അർത്ഥം ബൈജുവും ലൈലയും ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോവുകയാണ്. ഈ എക്സ്പെരിമെന്റ് ആയി ലൈലയും ബൈജുവും ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരുകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. മാംഗോ ട്രീ, ഗുവാവ് ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ജാസ്മിൻ എന്നിവയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ: Which plants from the above would Baju and Lala select to produce their seedlings? ബൈജുവും ലൈലയും ഏതൊക്കെ മരങ്ങളാണ് ലയറിങ്ങും ഗ്രാഫ്റ്റിംഗും ചെയ്യാൻ എടുത്തത്? ഇതാണ് ഈ ക്വസ്റ്റ്യൻ അർത്ഥം. ഇതിന്റെ ഉത്തരം ഇതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2. Write the merits and demerits of plantlets produced through layering. ലയറിങ്ങിന്റെ പൊട്ടയും നല്ലതുമായിട്ടുള്ള കാര്യങ്ങൾ എഴുതാനാണ് ഈ ക്വസ്റ്റ്യൻ അർത്ഥം. ഇതിന്റെ ഉത്തരം ഇതാണ്. Demerits. Merits. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3. What are the characteristics of organic and chemical fertilizer? ഈ ക്വസ്റ്റ്യൻ അർത്ഥം ഓർഗാനിക് പെസ്റ്റിസൈഡ്സിന്റെയും കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെയും ക്യാരക്ടേഴ്സ് എഴുതാനാണ്. ഇതിന്റെ ഉത്തരം ഇതാണ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. രണ്ടാമത്തെ പ്രവർത്തനത്തിൽ ഇങ്ങനെ ഒരു പെട്ടി തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നന്നായി നിരീക്ഷിക്കുക. ഈ ആക്ടിവിറ്റിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 1. Which of the above items can be used as indicators? ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം എ, ബി, ഡി, യുമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2. What are the common properties of acids and bases? ഇതിന്റെ അർത്ഥം ആസിഡുകളുടെയും ബേസുകളുടെയും പൊതുവായ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ ഉത്തരം. Acids and bases both react with water and a lot of acids and bases are soluble in nature. Both acids and bases are electrolytes, which means that they're good conductors of electricity. Acids and bases both produce ions in water solution. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. What are the different methods of pest control? ഇതിന്റെ അർത്ഥം എങ്ങനെയെല്ലാം പെസ്റ്റിസൈഡ് നമുക്ക് പ്രതിരോധിക്കാം എന്നാണ്. നമുക്ക് ഉത്തരം നോക്കാം. ഇതിന്റെ ഉത്തരം ഞാൻ വായിച്ചു തരാം. Biological control, mechanical control, pesticide, organic pesticide, tobacco decoction. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. B. What is budding? Explain its different stages. ഇതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. എന്താണ് ബഡ്ഡിംഗ് എന്നും അതിന്റെ സ്റ്റേജസ് എഴുതാനുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം നമുക്ക് നോക്കാം. ഇതിന്റെ ഉത്തരം ഞാൻ വായിച്ചു തരാം. Budding is the method of producing superior quality planting material by joining the bud of a superior quality plant with another plant that has roots and belongs to the same species. Stage 1. Chisel off a bud along with the bark from the branch of a superior quality jackfruit tree. This is the sign. Stage 2. Peel off bark from the area where the bud is to be inserted in the native jackfruit tree sapling, rootstock, which is grown in a pot, grow bag. Stage 3. Attach the sign with a polythene tape to the area of the rootstock from where the bark was removed, keeping the bud exposed. Stage 4. When the bud starts to grow well, remove the upper portion of the stalk. The sapling can be replanted in soil when the bud is grown. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. 1. Complete the table.
നിങ്ങൾ ഈ പെട്ടി നന്നായി നിരീക്ഷിച്ച ശേഷം ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇനി ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അതിൽ എ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. A Kerala Agricultural University situated in. ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലോ. ഏത് സ്ഥലത്താണ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മണ്ണുത്തി, തൃശൂർ. B. Explain serpentine layering. ഇതിന്റെ അർത്ഥം എന്താണ്? സെർപെന്റൈൻ ലെയറിംഗ് എന്നാണ്.